എടാ ആ ടാർപ്പ് എടുത്ത് അങ്ങോട്ട് വലിച്ചു കെട്ടാ അങ്ങോട്ട്. നീ എന്താ രാവിലെ ചന്ത കണ്ടോണ്ടിരിക്കുന്ന? ആ 10 കസേര എടുത്ത് അങ്ങോട്ട് നിരത്ത്. ഹലോ അണ്ണാ, ഞാൻ രാവിലെ എത്തിയണ്ണ. അണ്ണാ 2 ദിവസം കഴിഞ്ഞേ ബോഡി കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ചന്ദ്രൻഭായി ഇടപെട്ട കേസായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും ഇല്ലാതാണ്. ബോഡി ഇപ്പഞ്ഞ് വരും. ആ ഓ ഓ ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ആഹാ ബോഡി വന്നോ? ചന്ദ്രൻഭായി, ഞാൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ എന്നോട് നിനക്ക് മനസ്സിലായല്ല. നീ ഒരു കാഞ്ചി ആ ആംബുലൻസ് എന്തിനാ ആ ബോഡി ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. ഓ ശരി 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 ശരി. ആ പെട്ടെന്ന് കാര്യം വേണ്ട, ബോഡി എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. റെഡിയല്ലേ? ഓക്കെ 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 പെട്ടെന്നോട്ട്. അയ്യോ അയ്യോ ചന്ദ്രൻഭായി, എന്താണ് മാറിപ്പോയി? എവിടെ പോയി? മാറിപ്പോയെന്ന്. മാറിപ്പോയെന്നാ? മാറിപ്പോയെന്നല്ല, മാറിപ്പോയി. അയ്യോ എന്താ ആംബുലൻസിൽ കിടക്കണതേ മണിയണ്ണന്റെ ബോഡി അല്ല. പിന്നെ ആരാ? അണ്ണ ഒരു കാര്യം ചെയ്യും, ഈ ബോഡി അവിടെ കൊണ്ടുവച്ചിട്ട് മണിയണ്ണന്റെ ബോഡി എടുത്തോണ്ട് വന്ന. നീ എന്തോ പറയുന്നത്? 2 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ ബോഡി എന്റെ ഒറ്റ പവറിലാണ് ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. ഇതേ കൂടെ മാറ്റിയെടുക്കാനേ ഇത് കളിപ്പാട്ടക്കടയൊന്നും അല്ല. എന്റെ പൊന്നണ്ണ, നിങ്ങൾ എന്തൊരു പറഞ്ഞാലും ശരി തന്നെ, ചേച്ചി ഈ ബോഡി കാണിക്കാൻ പറ്റൂല. അത് ആകെ വിഷയവും. അണ്ണ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു കാര്യം അപ്പൊ നിന്റെ പ്രശ്നം എന്താ അത് പറ. അണ്ണ ചേച്ചി ഒരു കാരണവശാലും ഈ ബോഡി കാണരുത്. കാണാതെ ഇത് മറവ് ചെയ്യണം. അതാണ് പ്രശ്നം. നീ എന്നോട് നിൽക്കൂ. നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ബോഡി അല്ല സോറി അണ്ണന്റെ ബോഡി ചേച്ചി കാണാതെ നമുക്ക് മറവ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്റെ പൊന്നി ചേച്ചി പറഞ്ഞത്. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും മാരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. ഒരു നാട്ടുകടപ്പനുസരിച്ച് പറഞ്ഞതേ ഉള്ളു, എനിക്ക് കാണണം. ഒരുമാതിരി 2 വെള്ളത്തിച്ചവണ കാര്യം പറയില്ലേ. നിങ്ങൾ ഒന്നേ കാണണമെന്ന് പറ, അല്ലെങ്കിൽ കാണണ്ടെന്ന് പറ. ഓണാർക്ക എനിക്ക് കാണണം കാണണം കാണണം. 10-40 ദിവസം നിങ്ങളുടെ കഴിഞ്ഞല്ലേ അന്നുള്ളതൊക്കെ ഇപ്പോഴും ഉള്ളു. അയ്യോ അതല്ല, അങ്ങനെ കഴിച്ചു ഒരു 2.5 പവന്റെ മാല ഉണ്ടായിരുന്നു, അതെനിക്ക് കാണണമെന്ന്. നിങ്ങൾക്കറിയാമോ, പൊന്നും പടവും കൊണ്ടുപോയി വിറ്റെങ്കിലും അങ്ങനെ എന്നെ പൊന്നുപോലെയാണ് നോക്കിയത്. ഈ നാട്ടിലുള്ള മിണ്ടാപ്രാണികളെല്ലാം അങ്ങനെ എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് പിന്നെ ആർക്കറിഞ്ഞുവിടാത്ത ചേച്ചി ഇങ്ങോട്ട് മാറിയാണ്. നിങ്ങൾ ഇത് കേൾക്കണം. രാഖി രാമായണം ഈ നാട്ടിൽ കിടക്കണ മിണ്ടാപ്രാണികളെ മൊത്തം അയച്ചു പറക്കിക്കൊണ്ട് ചന്തയെ കൊണ്ടിട്ട് വിക്കലല്ലേ പണി. അപ്പൊ മോശമാണ് പണി. എന്നെ ഒന്ന് കാണിക്ക് കാണിക്ക്. ചേച്ചി ചന്ദ്രയെണ്ണം പറഞ്ഞ് നമ്മളെ പാരിപ്പള്ളിയിലെ ജലജ ചേച്ചി ഇല്ലേ, ചേച്ചി വന്നിട്ട് കാണിക്കാം. പാരിപ്പള്ളിയിലെ ജലജ അവളും ഇയാളും തമ്മിലുള്ള കള്ളക്കളി മൊത്തം എനിക്കറിയാം. അവളെ ഈ പരിസരത്ത് അടുപ്പിക്കരുത്. ഇതാണ് വാശി. ഈ വാശി വെച്ചോണ്ട് അങ്ങനെ മുഖത്ത് പോലും നോക്കാതെ നിങ്ങൾ വായിക്കഴിയുന്നു. മക്കളെ വായിക്കരി ഇടയാണെങ്കിലേ അങ്ങേരക്ക് റേഷൻ അരി എന്നെ കൊടുക്കണേടാ. ഇവിടെ നല്ല അരി ഞാനല്ലേ തിന്നോള്. എന്തായാലും എന്നെ ഒന്ന് കാണിക്കും നിങ്ങള്. നിങ്ങൾക്കറിയാമോ, കല്യാണം കഴിഞ്ഞ ആദ്യ നാളിൽ ഞാനും അങ്ങാരും കൂടെ എങ്ങനെയാണ് നടന്നതെന്ന്? അത് പിന്നെ ആർക്കറിഞ്ഞുവിടാത്ത മിന്നാര സിനിമയിലെ മോഹൻലാലും ശോഭനയും കൂടെ പോണക്കല്ലേ. ഞാനും എന്റെ മണിയണ്ണനും കൂടെ പോകുമ്പം നാട്ടുകാർ പറയും മണിയണ്ണന്റെ കൂടെ ദേവത പോണ് ദേവത പോണെന്ന്. ഓ അത് അങ്ങനെ ആയിരിക്കൂല. ദേവാത പോണ് ദേവാത പോണ്. എന്നെ എന്റെ അണ്ണന്റെ ബോഡി ഒന്ന് കാണിക്ക്. നേരത്തെ പറഞ്ഞില്ലേടാ, അത് തന്നെ വെച്ച് കാച്ച്. ചേച്ചി ചന്ദ്രയണ്ണം പറഞ്ഞേ കർമ്മി വരും, വന്നിട്ട് കാണിക്കാം. അയ്യോ കണ്ണാക്ക് വിട്ട് കരിമീൻ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാനാ? കാണുന്നപ്പോ ഒന്നും കൊണ്ടുവരത്തില്ലേ? എടാ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് സഞ്ചാരം കഴിഞ്ഞെടുത്താ പോരെ. എന്റെ പൊന്നിയേച്ചി കരിമീൻ കൊണ്ടുവരണം എന്നല്ല, പിന്നെ കർമ്മി വരും, വന്നിട്ട് കാണിക്കും. അതായിരുന്ന അല്ലടാ സുഖു, ഈ പുള്ളിക്കാരൻ ആളെങ്ങനെയായിരുന്നു? അയ്യോ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ. കഴിഞ്ഞ ദിവസം എനിക്ക് പനിയായിട്ട് ആശുപത്രി കൊണ്ട് ചെന്ന് ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് രാത്രിയാകുമ്പോ ആവി പിടിക്കണമെന്ന്. ഇങ്ങാരൊരു കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ കൂടെ ഒരു ഓസിട്ട് കുപ്പിയിലോട്ട് ഈ ആവി പിടിച്ച് 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 പിടിച്ച്
അവസാനം എക്സൈസ് വന്ന് പിടിച്ച്. എന്നാലും ചാരായം മാറ്റി എക്സസൈസ് പിടിച്ചെന്ന് പറയല്ലേ. അത് പിന്നെ നിനക്കറിയാം, എൻ്റെ അണ്ണനുണ്ടല്ല, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ ഭയങ്കര മടിയാണ്. പകരം തൊട്ടടുത്തുള്ള ബാറിൽ ചെന്ന് അവിടുത്തെ വെയിറ്ററോടെയാണ് എല്ലാം കരയും പറയുകയും ചെയ്യുന്നത്. എന്റെ പൊന്നോ, എന്നാലും ഡെയിലി വെള്ളം അടിക്കുമെന്ന് പറയില്ലേ. അപ്പൊ വെള്ളടിച്ച് കരള് പോയാണ് ആള് പോയതല്ലേ? അയ്യോ അല്ല, അങ്ങാരി മരിച്ചത് കൊമ്പടിഞ്ഞാണ് മരിച്ചത്. അങ്ങനെ കൊമ്പുണ്ടോ? അയ്യോ അതല്ല, ആറ്റിന്റെ കരയിൽ കുളിക്കടവിന്റെ അടുത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ കൊമ്പിൽ കയറി ഇരുന്ന് അതൊടിഞ്ഞാണ് എത്തത്. ചേച്ചി, അത് എത്ര മണിക്കാണ്? ഒരു 4-4:30 ആയി കാണും. ആ 5:30 ആയിരുന്നെങ്കിൽ എന്റെ പൊന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമായേന. അയാളാട്ടെ മീൻ പിടിക്കാൻ പോകുമ്പോ നാട്ടുകാരെ മൊത്തം കൂട്ടിന് വിളിച്ചോണ്ട് പോകും. സീൻ പിടിക്കാൻ പോകുമ്പോ ആരെയും കൊണ്ടുപോകൂല. അതുകൊണ്ട് എന്ത് കുളിക്കടല ഒരു ഒളിക്യാമറ. എന്നാലും നിങ്ങൾ എന്റെ അണ്ണന്റെ ബോഡി എന്നെ ഒന്ന് കാണീര്. കാണിക്കാന്ന് ചാച്ചി, ഓ ചന്ദ്രണ്ണ പറയാണ്, കുളിപ്പിച്ചിട്ട് ബോഡി കാണിക്കാം. അയ്യോ, ജീവിച്ചിരുന്നപ്പോഴാ അങ്ങാരെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീണിട്ടില്ല. ഇനി ചത്ത് ആ വെള്ളം കോരി കുടഞ്ഞ് പനി പിടിച്ച് ആ കണ്ണറ ദുഃഖം കൂടെ ഞാൻ തന്നെ കാണണോ? കേട്ടോ, അതാണ് സ്നേഹം. ഇവര് രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്ട. ആശിക്ക് ചേച്ചിയെ ആ മനസ്സ് വെച്ചോട്ട് അകത്ത് പോയി ബോഡി തൽക്കാലം കാണണ്ട. ഇല്ല ഇല്ല, ഇത്രയും സ്നേഹമുള്ള എന്റെ അണ്ണന്റെ ബോഡി ഇട്ടിട്ട് ഞാൻ പോവൂല. ചേച്ചി പേടിക്കണമെന്ന്. അണ്ണൻ മരിച്ചാലും ഒരു നക്ഷത്രമായിട്ട് ചേച്ചി നോക്കി ഓ അവിടെ തന്നെ നിൽക്കും. ഫസ്റ്റ് അങ്ങാരെ സ്വഭാവം അനുസരിച്ച് നക്ഷത്രമായി കഴിഞ്ഞാൽ ഒന്നീ കോവളം ബീച്ചിന്റെ മുകളില്, അല്ലെങ്കിൽ ഗോവ ബീച്ചിന്റെ മുകളില് അങ്ങാര് നിൽക്കത്തുള്ളൂ. ചേച്ചിക്ക് ചന്ദ്രനെ അറിഞ്ഞൂടാ. ചന്ദ്രൻ പറഞ്ഞ നക്ഷത്രം പറയുന്നിടത്ത് നിൽക്കും. ആ പറഞ്ഞു കുറേ അസുഖവും. അയ്യോ തന്നെ ചേച്ചി, ചേച്ചി ഒരു കാര്യം ചെയ്യും, സങ്കടമൊക്കെ ഉണ്ടെന്നറിയാം. എന്തായാലും അകത്ത് പോയിരി, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ചേച്ചിയെ കാണും. എന്നെ കാണിക്കുവോ? എടാ വിളിക്കണേ. ചേച്ചി എന്റെ അണ്ണോ, എന്തെങ്കിലും ഒരു വഴി പെട്ടെന്ന് കണ്ടുപിടി, അല്ലെങ്കിൽ പ്രശ്നമാവുന്നു. ഇപ്പൊ എന്തൊരു ചെയ്യും? എന്തെങ്കിലും ചേച്ചിടക്കെ ഒരു ആശുപത്രിയുടെ കാര്യവും സ്കാനിന്റെ കാര്യവും പറഞ്ഞില്ലേ? അത് വെച്ചൊക്കെ കാച്ചാല പിടിക്കാം, നമുക്കൊരു കളി കളിക്കാം. ചാച്ചി, ചാച്ചി ചേച്ചി, കഴിഞ്ഞ ദിവസേ അണ്ണൻ ചേച്ചിയും കൊണ്ട് ആശുപത്രി പോയില്ലായിരുന്ന? അയ്യോ, അത് എനിക്ക് സുഖമില്ലാതെ പോയതടാ. ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ചുമ്മാതല്ല, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നാ. ഓ, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? പൊന്നെ ഭയങ്കര അസുഖമില്ലേ, ഉൽപ്രേഷാംബുലിസം. അയ്യോ, അതെന്തൊരു അസുഖം? അതായത് അതിതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക. അയ്യോ, അതെന്തൊരു അസുഖമാണ്? അതായത് ഒരാളെ കാണുമ്പോ മറ്റൊരാണെന്ന് തോന്നും, മറ്റൊരാളെ കാണുമ്പോ അതാണെന്ന് തോന്നും. ഇതാണെന്ന് മനസ്സിലായ? ഇത് ചന്ദ്രനല്ലേ? അയ്യ, ചന്ദ്രനല്ല, ഇതാണ് തോട്ടത്തിൽ സോമൻ. അയ്യോ, സോമേനനാ? കണ്ടിട്ട് എനിക്ക് ചന്ദ്രനെ പോലെ തോന്നി. നീ എന്തായാലും സുഖം എന്നല്ല? ആ സുഖമൊന്നുമല്ല. പിന്നെ ആര്? ആ പാലുണ്ണി. എന്തരുണ്ണി? പാലുണ്ണി എന്ന്. അയ്യോ, എനിക്കിത് എന്തൊരു മാരകമായ അസുഖം. ദൈവമേ, എനിക്കപ്പോ എന്തൊരു പ്രശ്നം? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മണിയണ്ണന്റെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും ചേച്ചിക്ക് മണിയണ്ണനായിട്ട് തോന്നും. അയ്യോ, എന്റെ അണ്ണനെ, എനിക്ക് എന്റെ അണ്ണനായിട്ട് എന്നെ കാണുന്ന വേറെ ആരുമായിട്ട് കാണട്ടെ. അയ്യോ, എനിക്ക് ഇത്ര മാരകമായ അസുഖമാണ്. എടാ, ഇത് മരുന്ന് കഴിച്ചാൽ മാറും? ഒരു 10 ദിവസം കഴിച്ചാൽ മാറും? 10 ദിവസം കഴിക്കണ്ട, ഒരു 3 ദിവസം കഴിച്ചാൽ മതി. 3 ദിവസം മരുന്ന് കഴിച്ചാൽ മാറും? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ബോഡി കൊണ്ട് ഫ്രീസറിൽ വഴി, ഞാൻ 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് അണ്ണനെ കണ്ടിട്ട് പിന്നെ അടക്കം ചെയ്താൽ മതി. അയ്യോ,